ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷ്വലാണ്. നോക്കിയൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷ്വലാണ്. നിങ്ങൾ കണ്ടുണ്ടോന്ന് തന്നെ അറിയില്ല ഇങ്ങനെ ഒരു വെറൈറ്റി ഫ്ലവർ. ഇത് ഏത് വെറൈറ്റി? അത് ടിസ്റ്റ് വെറൈറ്റി. ടിസ്റ്റിന്റെ പ്രത്യേകത ഒരുപാട് നാള് ഫ്ലവർ നിൽക്കും. ഫ്ലവർ നോക്കി വെക്കാൻ ഇതൊക്കെ ആന്റിലോപ്പാന്ന് തോന്നണം കണ്ടിട്ട്. ഇതൊക്കെ ആന്റിലോപ്പാണ്. ഈ സ്പ്രിങ് പോലെ ഇരിക്കുന്നതാണ് ആന്റിലോപ്പ് എന്ന് പറയുന്നത്. ഒക്കെ ടിസ്റ്റ് വെറൈറ്റീസ് ആണ് ആൻറ്റിയിൽ കൂടുതൽ. ടിസ്റ്റ് തന്നെയാണ്. പിന്നെ ഇതോ അതും ഒരു ടിസ്റ്റിൽ തന്നെയാണ്. ബനാന യെല്ലോ. ഏതാണ് വെറൈറ്റി? അത് ടെറൈറ്റി വേണ്ട എന്ന് പറഞ്ഞ വെറൈറ്റി ആണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഒന്നും റെഡാൻ എന്ന് പറയും. റെഡാൻ എന്ന് പറഞ്ഞുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ. അത് കോട്ടൺ പിങ്ക് ആണ്. കോട്ടൺ പിങ്ക് എന്ന് പറഞ്ഞ അല്ല, കോട്ടൺ പിങ്ക് അല്ല, അത് ഡോണ്ടം അങ്ങനത്തെ ജുവലറാക്കുന്ന. അതിൽ കോസ്റ്റ്ലി ആണ്. ഹലോ ഗൈസ്, എല്ലാവർക്കും പിടിച്ചവരുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഔട്ടത്തൂരുള്ള ആനി ചേച്ചിയുടെ ഓർക്കിഡ് തോട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. എൻ്റെ ബാക്കിലൊക്കെ നിങ്ങൾക്ക് ഓർക്കിഡ് കാണാം. ഇത് ചെറിയൊരു സാമ്പിൾ മാത്രം. നമ്മുടെ വീഡിയോയിൽ ഇനി കാണാൻ പോകുന്നത് വലിയൊരു വെടിക്കെട്ടാണ്. തൃശ്ശൂർ പൂരത്തിൻ്റെ വലിയൊരു വെടിക്കെട്ട് എന്ന് പറയുന്ന പോലെ ഒരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ് നമ്മളിപ്പോൾ ഈ ബാക്കിൽ കാണിച്ചിരിക്കുന്നത്. വലിയൊരു കളക്ഷനാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂടെ നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത്. ഏകദേശം 5000-6000-ഓളത്തിലധികം പ്ലാന്റുകളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ മാത്രമായിട്ട് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക. സ്കിപ്പ് ചെയ്ത ഒരുപാട് വിഷ്വലും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മിസ്സായി പോകും. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യരുത്, വീഡിയോ മുഴുവനായിട്ട് കാണാം. അപ്പോൾ എന്തായാലും കൂടുതൽ മനോഹര കാഴ്ചകൾക്കായിട്ട് നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഗൈസ്, ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് നമ്മൾ ആനി ചേച്ചിയുടെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനേക്കാളും കൂടുതൽ വിഷ്വലാണ് നമ്മളിന്ന് കാണാൻ പോകുന്നിട്ട്. ഇതാണ് ആനി ചേച്ചിയുടെ വീട്. ആനി ചേച്ചിയുടെ വീട്ടിലേക്ക് നമ്മളെ വെൽക്കം ചെയ്യുന്നത് ബാഹുനിയ പ്ലാന്റ് കൊണ്ടാണ്. നമ്മളെ ആനി ചേച്ചിയുടെ വീട് നമ്മളെ വെൽക്കം ചെയ്യുന്നിട്ട്. ഒരുപാട് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ നമ്മളെ കൂടെ കാണാനായിട്ട് ഒരു ബാഹുനിയ പ്ലാന്റിൻ്റെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷ്വലാണ്. നോക്കി നോക്കിയാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷ്വലാണ്. നിങ്ങൾ കണ്ടുണ്ടോയെന്ന് തന്നെ അറിയില്ല ഇങ്ങനെ ഒരു വെറൈറ്റി ഫ്ലവർ. അത്രയും ബ്യൂട്ടിഫുള്ളാണ്. നോക്കി കണ്ട, വലിയ ആർച്ചൊക്കെ അടിച്ചിട്ടാണ് ബാഹുനിയ പ്ലാന്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് പ്ലാന്റൊക്കെ സെയിലുണ്ട്, അതൊക്കെ ആനി ചേച്ചി പറയും. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ ആനി ചേച്ചി ഉണ്ട്. പക്ഷേ ആനി ചേച്ചിനെ അധികം നമ്മൾ കാണിക്കില്ല, കാരണം അവൾ അത്രയും ടയേർഡായിട്ടാണ് ഇരിക്കുന്നത്. ഒരു വയ്യായ നമ്മൾ വീഡിയോ എടുക്കാൻ തലേദിവസം വന്നുകൊണ്ട് തന്നെ ഭയങ്കര ടയേർഡാണ് ആൾ. അപ്പോൾ ദേ നോക്കി നോക്കിയാൽ ഒരുപാട് ഇതുണ്ട് കേട്ടോ. അപ്പോൾ ആനി ചേച്ചി, നമ്മുടെ വീഡിയോയിലേക്ക് വീണ്ടും നമസ്കാരം. നമസ്കാരം. അപ്പോൾ ആനി ചേച്ചിക്ക് വയ്യാന്ന് എനിക്കറിയാം, അതുകൊണ്ട് തന്നെ ആനി ചേച്ചിനെ കാണിക്കുന്നില്ല. അതെ, ആളെ ഞാൻ അവിടെ ഇരുത്തിക്കാണ്, അതുകൊണ്ട് എണീക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആൾക്ക് തീരെ വയ്യ, അതുകൊണ്ട് തന്നെ ആൾ ബുദ്ധിമുട്ടിയെങ്കിൽ അവിടെ ഇരുന്നിട്ട് എല്ലാം പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ആനി ചേച്ചി, ഈ കാണുന്നതെല്ലാം നമ്മുടെ ഓർക്കിഡ് കളക്ഷൻസ് ആണ്. ഈ കാണുന്നത് രണ്ട് സൈഡും ഇരിക്കുന്നത് ഫുള്ള് ഡാൻഡ്രോബിയം കളക്ഷൻസ് ആണ്. ആ ഡാൻഡ്രോബിയം കളക്ഷനിൽ ടിസ്റ്റ് ഉണ്ട്, ആന്റിലോപ്പ് ഉണ്ട്, കോമൺ ഡെൻഡ്രോബിയംസ് ഉണ്ട് കേട്ടോ. നിങ്ങൾ നോക്കി നോക്കിയാൽ ഇത്രയധികം കളക്ഷൻസ് ആണ്. ഇവിടെ ഇല്ലാത്ത കളേഴ്സും വെറൈറ്റീസും ഇല്ല. ഒരുവിധപ്പെട്ട കളക്ഷൻസ് എല്ലാം തന്നെ ആനി ചേച്ചിയുടെ ലിസ്റ്റിലും കളക്ഷനിലും ഉണ്ട്. ഇത്രയധികം വെറൈറ്റീസ് ആണ് കേട്ടോ ഇവിടെ നിൽക്കുന്നത്. കണ്ട, ടിസ്റ്റർ വെറൈറ്റീസ്, അങ്ങനത്തെ കുറെ വെറൈറ്റികളൊക്കെ ഉണ്ടല്ലേ. ടിസ്റ്റ് വെറൈറ്റീസ് അല്ലേ? ടിസ്റ്റ് വെറൈറ്റീസ് ആന്റിലോപ്പാണ് ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത്. അതെല്ലാം നമ്മൾക്ക് കാണിച്ചു തരും. അപ്പോൾ ഇത് രണ്ട് സൈഡിൽ നിങ്ങൾ നോക്കി നോക്കിയാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. പിന്നെ നമ്മുടെ ബാഹുനിയ പ്ലാന്റ്, ബുഹീനിയ എന്നൊക്കെ പറയും, വലിയൊരു ആർച്ച് അടിച്ചിട്ടാണ് ആനി ചേച്ചി അത് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ പ്ലാന്റ് കൊടുക്കാണ്ടല്ലേ നമ്മുടെ ബാഹുനിയുടെ പ്ലാന്റ് കൊടുക്കാനുണ്ട്. 300 രൂപയാണ് റേറ്റ് അല്ലേ? 350 വലുപ്പത്തിനനുസരിച്ചാണ് റേറ്റ് വരുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഈ വീഡിയോയിൽ ആഡ് ചെയ്യാട്ടോ. അപ്പോൾ ദേ ഈ സൈഡാണ്. നമുക്ക് ആദ്യം തന്നെ കൊല കുത്തി പൂണ്ടായി നിൽക്കണ ഈ ഒരു വെറൈറ്റീനെ പരിചയപ്പെടാല്ലേ ചേച്ചി? ആയിക്കോട്ടെ. ഇത് ഏത് വെറൈറ്റി? അത് ടിസ്റ്റ് വെറൈറ്റിന്റെ പ്രത്യേകത ഒരുപാട് നാള് ഫ്ലവർ നിൽക്കും. പിന്നെ ഒരു തണ്ടുമീന്ന് തന്നെ 3-4 പൂക്കളകൾ ഉണ്ടാവും. അത് ഈ കാണുന്ന പോലെയാണ് ടിസ്റ്റ് വെറൈറ്റിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഈ കാണുന്നത് അത് ആന്റിലോപ്പ്. അതും ഇതുപോലെ തന്നെ കുറെ നാള് നിൽക്കും. 5-6 കൊലകൾ വരും. ചെടിയുടെ വളർച്ച അനുസരിച്ചാണ് ഇട്ടാ വരിക. ഓക്കെ. പിന്നെ ഇതും ഈ ആന്റിലോപ്പ് വെറൈറ്റി ആയിരിക്കും അല്ലേ? കണ്ടുകൂടാ, അവിടെ ഇരുന്നിട്ട് അങ്ങനെ കാണാൻ പറ്റില്ല. ഇതും ഇത് പറഞ്ഞ പോലെ തന്നെ ടിസ്റ്റ് വെറൈറ്റി, ഒരു പിരിപിരിന്നുള്ള ഒരു വെറൈറ്റിയാണ്. അതുപോലെ തന്നെ പല കളേഴ്സ്. ഇതൊക്കെ ഡെൻഡ്രോബിയംസ് ആണല്ലേ? ഇതൊക്കെ ഡെൻഡ്രോബിയംസ് ആണ്. ഡെൻഡ്രോബിയത്തിന്റെ തന്നെ വലിയൊരു കളക്ഷൻ അനുസരിച്ചുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ നോക്കി നോക്കിയാൽ ഇതൊക്കെ ആന്റിലോപ്പാന്ന് തോന്നണം കണ്ടിട്ട്. ഇതൊക്കെ ആന്റിലോപ്പാണ്. ഈ സ്പ്രിങ് പോലെ ഇരിക്കുന്നതാണ് ആന്റിലോപ്പ് എന്ന് പറയുന്നത്. ഈ കാണുന്നതൊക്കെ ഡെൻഡ്രോബിയത്തിന്റെ കളക്ഷൻസ് ആണ്. ഈ കാണുന്നതെല്ലാം തന്നെ. പിന്നെ കണ്ട ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. പിന്നെ നല്ല, ഇത് സിമെന്റ് പോട്ടാണോ അല്ലെങ്കിൽ മണ്ണിന്റെ പോട്ടാണ്? അതുകൊണ്ട് തന്നെ നല്ല റേറ്റ് ഉണ്ടായിരിക്കും അല്ലേ? അതിന് റേറ്റ്. പിന്നെ ഞാൻ വേറെ ഒന്നും യൂസ് ചെയ്യില്ല, ചാർക്കോളിൽ മാത്രമേ വെക്കൂ. ചാർക്കോൾ എന്ന് പറയുന്നത് കണ്ട, ഈ മറ്റേ കരിക്കട്ടയിലാണ് അനുസരിച്ച് സെറ്റ് ചെയ്യുന്നത്. വേറെ ഒരു ഇതും യൂസ് ചെയ്യുന്നില്ല.
ഫെർട്ടിലൈസേഴ്സ് വല്ലതും യൂസ് ചെയ്യണ്ട? പിന്നെ എന്നും മിക്ക ദിവസവും ഫെർട്ടിലൈസർ യൂസ് ചെയ്യുന്നതാണ് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ അത് കാണാനുണ്ടായിരുന്ന റിസൾട്ട് അത്രയും ബ്യൂട്ടിഫുൾ ആണ്. രണ്ട് സൈഡിലും പൂക്കളോണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് കേട്ടോ. പിന്നെ ഇതൊക്കെ ഒരു വെറൈറ്റിയാണ്, ഈ കാണുന്ന പിങ്ക് വെറൈറ്റി, പിന്നെ മഞ്ഞ കളറിൽ, പിന്നെ കണ്ടോ ഒരുപാട് പൂക്കളുണ്ട്, ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. പിന്നെ നമ്മുടെ ആൻറ്റിലോപ്പിൻ്റെ തന്നെ വേറൊരു ബ്രൗണും വൈറ്റൊക്കെ ഉള്ളൊരു വെറൈറ്റി അല്ലേ. ഒരുപാട് വെറൈറ്റീസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇതിന്റെ എല്ലാത്തിനും പ്ലാന്റ് ആനിവേഴ്സറിയിൽ കൊടുക്കാനുണ്ടോ? എല്ലാം അങ്ങനെ ചോദിച്ചാൽ ഉണ്ടാവില്ല. എൻ്റേതായിട്ട് ഞാനൊരു 3-4 ചട്ടി വെക്കും. ഞാൻ മെയിനായിട്ട് എൻ്റെ ഗാർഡൻ എനിക്ക് കാണാനുള്ള ഒരു പർപ്പസാണ് ഞാൻ ഉദ്ദേശിച്ചത്. രാവിലെ തന്നെ ഭയങ്കര ഒരു വിഷ്വലായിരിക്കും, കാലത്ത് തന്നെ ഒരു കപ്പ് ചായ ഒക്കെ പിടിച്ച് ഇങ്ങനെ ഇതിന്റെ ഉള്ളിൽ കൂടെ നടക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക 5:30 തോട്ടത്തിലേക്ക് വരും. അതന്നെ ആനിച്ചേച്ചിക്ക് ഒരുപാട് ജോലിക്കാരും ഉണ്ട് ഇതിനൊക്കെ സംരക്ഷിക്കാനായിട്ട്. ആനിച്ചേച്ചിയുടെ ആരോഗ്യസ്ഥിതിനെ വെച്ചിട്ടാണ് അത് അങ്ങനെ ആനിച്ചേച്ചി നിർത്തിക്കുന്നത്. എങ്കിലും നനയും വളടിയും ഇതൊക്കെ ഞാൻ തന്നെ. നനയും വളമൊക്കെ ആനിച്ചേച്ചി ഞാനല്ലേ. പിന്നെ റീപോർട്ടിങ് കാര്യങ്ങളൊക്കെ അതിനൊക്കെ സർവന്റുകൾ. കാരണം അത് വേറൊരാളില്ലാണ്ട് പറ്റില്ല. കാരണം ഏകദേശം 1000-600 ചട്ടികൾ എങ്ങനെ പോലും ഉണ്ടാവൂലേ? 600 പോരെ, ബാക്കിലത്തെ അടക്കം 10,000-2000 ചട്ടികൾ ഉണ്ടാവൂലേ? 5000 ചട്ടികളുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് സെയിലിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് റെഡി ആക്കി വെച്ചിരിക്കുന്ന പ്ലാന്റ് ആണ്. ഒരേപോലത്തെ 3-4 കളക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആനിച്ചേച്ചി ഈ കാണുന്ന പ്ലാന്റിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വേണ്ടി വേണമെങ്കിൽ തരൂട്ടാ. ഈ ഭാഗത്തൊക്കെ ഞാൻ വെറൈറ്റീസ് കാണിച്ചു തരാം. ഇതേ കണ്ട, ഇത് നമുക്ക് എല്ലാം വീഡിയോയിൽ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും. കണ്ട ഇതൊക്കെ മറ്റേ ഡെൻഡ്രോബിയത്തിന്റെ വെറൈറ്റീസ് ആണ് ഈ കാണുന്നത്. ടിസ്റ്റ് വെറൈറ്റീസ് ഉണ്ട്. പിന്നെ ഈ കാണുന്ന വെറൈറ്റീസ് ഒക്കെ കണ്ട. അപ്പോൾ അങ്ങനെ ഞാൻ ജസ്റ്റ് കാണിച്ചു പോകാം. പ്യുവർ വൈറ്റ് ഉണ്ട്. അപ്പൊ ഇതിന്റെ പ്രൈസ് റേഞ്ച് ഏറ്റവും കുറഞ്ഞ എത്രയാണ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല, കാരണം ഗ്രോത്തും വെറൈറ്റിയും ചട്ടിയും വലുപ്പവും. പിന്നെ ഞാൻ ഹോൾസെയിൽ ഡീലർ അല്ല, അതന്നെ റീറ്റെയിലാണ്. അനുസരിച്ച് എപ്പോഴും പറയാറുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് അത്യാവശ്യം വില തരേണ്ടി വരും പ്ലാന്റിന്. കാരണം ഇതേപോലത്തെ ഒരു സെറ്റപ്പ് നിങ്ങൾക്ക് ഈ പ്ലാന്റ് ഇവിടെ നിന്ന് മേടിച്ചു കൊണ്ട് കഴിഞ്ഞാൽ വേറെ ഒന്നും ചെയ്യേണ്ടി വരില്ല. അതാണ് അനുസരിച്ച് ഗ്യാരണ്ടി തരുന്ന കാര്യം. ചട്ടി ഇവിടുന്ന് ചെടി മേടിക്കുക, വീട്ടിലുകൊണ്ട് വെക്കുക, അല്ലെങ്കിൽ വേണമെങ്കിൽ ഹാങ് ചെയ്തിടുക. അങ്ങനത്തെ ഒരു കാര്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ടതില്ല കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള റേറ്റ് ആനിച്ചേച്ചി വാങ്ങുന്നു. ആനിച്ചേച്ചി തന്നെ എല്ലാ വീഡിയോയിലും പറയാറുണ്ടല്ലോ ആനിച്ചേച്ചി. കാരണം പോട്ടിനായാലും ചാർക്കോളിനായാലും ചെടിക്കായാലും അതിൻ്റേതായ വളർച്ചയും കാര്യങ്ങളും ചിലവും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ട്. ഈ വെറൈറ്റീസ് ഒക്കെ നിങ്ങൾ നോക്കി നോക്കിയാൽ അത്രയും ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. ഈ കാണുന്ന വെറൈറ്റീസ് എല്ലാം തന്നെ കണ്ട. പിന്നെ അനുസരിച്ച് ഈ വെറൈറ്റിയിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട മെയിൻ ഐറ്റംസ് ഏതൊക്കെയാണ്? കണ്ട വൈറ്റ് കാര്യങ്ങൾ, ടിസ്റ്റ് ആൻറ്റിലോപ്പാണ് മെയിനായിട്ട് ഇവിടെ കാണുന്നത് കേട്ടോ. വൈറ്റ് ആൻഡ് പീച്ച് കളറിലുള്ള വെറൈറ്റീസ് ഒക്കെ ഒരുപാട് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. നമുക്ക് എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ജസ്റ്റ് ഒന്ന് ഞാൻ ഇതിൽ കൂടെ ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം. അത്രയധികം കളക്ഷൻസ് ആണ്. നമ്മൾ കണ്ണ് പല സ്ഥലങ്ങളിലേക്കും പോകും, നമുക്കെല്ലാം ഓടിപ്പോയി അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. പല സ്ഥലങ്ങളിലേക്കായിട്ട് നമ്മൾ കണ്ടുപോകും, കാരണം അത്രയധികം വെറൈറ്റികളാണ്. ഏകദേശം എത്ര കളക്ഷൻസ് ഉണ്ടാവും ചേച്ചി? വെറൈറ്റികൾ 100-200 വെറൈറ്റി മാത്രം ഉണ്ടാവൂലേ? വെറൈറ്റി 200 അല്ല, ഒരു 400-400 വെറൈറ്റി മാത്രല്ല, വെറൈറ്റി മാത്രം 400 കളക്ഷൻ ഉണ്ടാവുന്നതാണ് ചേച്ചി പറയുന്നത്. ചിലതിന്റെ ലിപ്പ് വേറെ, ഒരേപോലെ സാമ്യം തോന്നും, പക്ഷെ അടുത്ത് പോയി പൂവിനൊന്ന് നോക്കി കഴിഞ്ഞാൽ അതിന്റെ വ്യത്യാസങ്ങൾ അറിയാം. അങ്ങനെ വ്യത്യാസങ്ങൾ അറിയാൻ പറ്റൂട്ടാ. പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ വൈറ്റ് പോട്ടില് വൈറ്റ് പോട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് സെയിലിനല്ല, അത് എന്റെ ഡിസ്പ്ലേകളാണ്. അതൊക്കെ നമ്മൾ കാണാൻ ഭംഗിക്കാണല്ലോ ഇത് വെക്കണേ. അപ്പൊ വൈറ്റ് പോട്ട് നിങ്ങൾ ഓരോരുത്തരും ഒരു വലിയ പോട്ടിൽ ഇതേപോലെ അടിയിൽ ഹോൾ ഇടുക, സൈഡിൽ ഓരോ നിരപ്പം ഒന്ന് കാണിച്ചോ. ഹോൾ ഇട്ടിട്ട് 3-4 കടകൾ ഒരുമിച്ച് വെക്കുക. ഇതേപോലെ അത് ഇത് ഏറ്റവും അടിയിലല്ല, കുറച്ച് അടിയിലുണ്ട്, അടിയിലും ഹോളുണ്ട്. അതിന് എയർ കിട്ടാൻ വേണ്ടിട്ടാണ് സൈഡിൽ ഹോള് കുത്തിയേക്കണേ. ഓ, ഇത് ഒരു വലിയ സൈസ് പ്ലാന്റുകളാണല്ലേ? അത് 16 ഇഞ്ച് പോട്ടാ. 16 ഇഞ്ച് പോട്ടിൽ വലിയ പ്ലാന്റുകളാണ് അനുസരിച്ച് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ഭംഗിക്കാണെങ്കിൽ സാധിക്കണവരൊക്കെ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തോ. ഫാമിലി പ്ലാസ്റ്റിക്കിന്റെ ആണോ? ഫാമിലി പ്ലാസ്റ്റിക്കിന്റെ പോട്ടാ. ഫാമിലി പ്ലാസ്റ്റിക്കിന്റെ പോട്ട് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം റേറ്റ് വരും. ഈ പോട്ടിൽ അനുസരിച്ച് സെയിലില്ല. ഇപ്പൊ ഒരു കസ്റ്റമർ പറഞ്ഞാൽ സെറ്റ് ചെയ്ത് കൊടുക്കോ? സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ അതിന്റെ ഒക്കെ റേറ്റ് അനുസരിച്ച് പറഞ്ഞ വീഡിയോയിൽ ഞാൻ നമ്പർ കൊടുക്കാട്ടെ. അത്രയും ചാർക്കോളും ഒക്കെ ഇടേണ്ടി വരും. അതൊരു സ്പെഷ്യലായി യെല്ലോ. ഈ യെല്ലോ എന്നിട്ട് വെറൈറ്റി അത് ടിസ്റ്റ് തന്നെയാണല്ലേ? ഒക്കെ ടിസ്റ്റ് വെറൈറ്റീസ് ആണ് അനുസരിച്ച് കൂടുതൽ. ടിസ്റ്റ് തന്നെയാണ്. പിന്നെ ഇതോ? അതും ഒരു ടിസ്റ്റിൽ വെറൈറ്റീസ് തന്നെയാണ് കേട്ടാ.
ഇനി നമുക്ക് ഒരുപാട് കളക്ഷൻസ് കാണിച്ചു തരാനുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ യെല്ലോ ഇപ്പുറത്തെ യെല്ലോ അതിനെ പറയുന്നത് ബനാന യെല്ലോ. ബനാന യെല്ലോ അതൊക്കെ വലിയ വലിയ പ്ലാന്റുകളാണ് കേട്ടാ. അടിപൊളി കളക്ഷനാണ്. ഇതോ അതിനെന്തിട്ട് ഒരു പേരുണ്ട്, അത് മറന്നു, ഓർമ്മ കിട്ടണില്ല. അത് കുഴപ്പമില്ല. അത് എല്ലാ വെറൈറ്റീസ് ഉണ്ട്. പിന്നെ അതിന് ചേച്ചി കുറച്ച് ഹാങ്ങിങ് വെറൈറ്റീസ് നോട്ട് സെയിൽ തന്നെയാ. അതായത് നോട്ട് ഫോർ സെയിൽ ആണ്, കൊടുക്കില്ല. ഞാൻ പോട്ട് തായ്ലൻഡിൽ നിന്ന് പറഞ്ഞതാ. തായ്ലൻഡിൽ നിന്ന് ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്യുന്ന പോട്ടുകളാണ് ഈ കാണുന്നത് കേട്ടാ. ഒരു വലിയ ബ്ലാക്ക് ചട്ടിയില്. അപ്പൊ അതൊന്നും ഈ സൈഡിലൊന്നും കൊടുക്കാനുള്ള പ്ലാന്റുകളല്ല, ഇതൊക്കെ വേറൊരു സെക്ഷനായിട്ട് തിരിച്ചിട്ടിരിക്കുന്ന പ്ലാന്റുകളാണ് ഈ കാണുന്നത് കേട്ടാ. കൊടുക്കാൻ ബാക്കിൽ വേണ്ടതുണ്ട്. ഇതിന്റെ ഒക്കെ കൊടുക്കാനായിട്ട് പ്ലാന്റ് പല പല ചെടികൾ പ്രൊഡക്ഷനിൽ അനുസരിച്ച് കൊടുക്കാനുണ്ട് കേട്ടോ. നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചെടികളൊക്കെ ഭൂരിഭാഗം ചെടികൾ നിങ്ങൾക്ക് ഇവിടെ ഇതിൻ്റെ ഒക്കെ രണ്ടാമത്തെ പ്ലാന്റുകൾ വേറെ ഉണ്ട്, അഡീഷണൽ പ്ലാന്റുകൾ വേറെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ നിങ്ങൾ പറയുന്ന പോട്ടിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരും. വീഡിയോ കാണാൻ നമ്പറിൽ നോക്കി ആനിജേഷനെ വിളിക്കുക. നിങ്ങൾക്ക് ഏത് രീതിയിലാണ് സെറ്റ് ചെയ്യേണ്ടത്, വീഡിയോയിൽ ഏത് രീതിയിലാണ് നിങ്ങൾ കാണിച്ചിരിക്കുന്നത്. ഏതാ ഈ വെറൈറ്റീസ് ആണോ? ഇതൊക്കെ ടിസ്റ്റ് ഇതൊക്കെ ടിസ്റ്റ് വെറൈറ്റീസ് തന്നെയാണ് കേട്ടോ. ഈ കാണുന്നതെല്ലാം തന്നെ പ്രത്യേക ചെടിയാ. ഈ കാണുന്നതല്ലേ, അത് 9 വർഷം പഴക്കണ്ടായി. 9 വർഷം പഴക്കമുള്ള ചെടിയാണ്, വലിയ പ്ലാന്റ് ആണ്. ഇതൊക്കെ നമ്മുടെ കസ്റ്റമറിന് കൊടുക്കാൻ പറ്റില്ലേ? അത് കൊടുക്കാനില്ല എന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അത് നമുക്ക് നോക്കാം. അത് ഫ്ലവർ ആയിട്ടാണ് കൊടുക്കാൻ ചേച്ചി? അല്ല, ഫ്ലവർ ആയിട്ട് ചിലപ്പോ ഉണ്ടാവില്ല. ആണല്ലേ? അപ്പൊ അതിന്റെ അനുസരിച്ച് വിലയിൽ മാറ്റം വരും. അപ്പൊ ഫ്ലവർ ആയി തുടങ്ങിയ പ്ലാന്റുകൾക്കാണ് ചേച്ചി വില പറയുന്നത്. വില ചെടിയുടെ ഗ്രോത്ത് വില ആ ഒരു ഇതൊക്കെ നോക്കിയിട്ടാണ് അനുസരിച്ച് തരുന്നത്. ഇനി വരാൻ പോണ കളക്ഷൻ എന്ന് പറഞ്ഞാൽ വാൻഡയുടെ ഗംഭീര കളക്ഷൻ. അത് ഒരു രക്ഷയില്ലാത്ത കളക്ഷനാണ് വാൻഡയുടെ കളക്ഷൻ എന്ന് പറയുന്നത്. ഈ കാണുന്നത് വാൻഡ തന്നെയാണോ? അത് ടെറൈറ്റി വാൻഡ. ഗ്രീൻ വൈറ്റിന്റെ പ്ലാന്റ് കൊടുക്കാനുണ്ട്. ഏതാ? വൈറ്റ്. ഇതല്ലേ? ഇത് ഭയങ്കര ഭംഗിയത്. ഈ സെയിം പ്ലാന്റ് ആണോ കൊടുക്കാനുള്ള? അല്ല, അത് മദർ പ്ലാന്റ് അല്ല. ഇത് മദർ പ്ലാന്റ് ആണ്. ഇത് ഏതാന്ന് വെറൈറ്റി? അത് ടെറൈറ്റി വാൻഡ. ടെറൈറ്റി വാൻഡ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, ഒന്നും പറയാനില്ല. വെള്ളയിൽ ഒരു സെന്ററിൽ ഒരു പിസ്ത ഗ്രീൻ ആയിട്ടുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടാ. പിന്നെ ഈ സാധനം നോക്കി, ഇതൊക്കെ ഒമൈ യെല്ലോ എന്ന് പറഞ്ഞുള്ള വെറൈറ്റി ആണ്. ഇതറിയോ അഞ്ചേച്ചിക്ക്? അത് ടെറൈറ്റിയില് ബിഗ് ബ്ലൂ. ടെറൈറ്റിയില് ബിഗ് ബ്ലൂ എന്ന് പറഞ്ഞുള്ള വെറൈറ്റി. അത് മൂങ് ഡാങ് റെഡ്. ഏതാ? മൂങ് ഡാങ് റെഡ് എന്ന് പറഞ്ഞുള്ള ഒരു വെറൈറ്റി ആണ്. ഇതൊക്കെ ഭയങ്കര ഹൈറ്റ് ആണ് ഈ കാണുന്ന വാൻഡയിൽ തന്നെ. അത് 9 വർഷമൊക്കെ ആയി ഈ പ്ലാന്റുകൾ അല്ലേ? ഓക്കെ. പിന്നെ ഇത് ഇവിടെ നോക്കിയാൽ ഇങ്ങനെ വലിയൊരു കളക്ഷൻ കാണാം. പിന്നെ അവിടെ ബാക്കിൽ അനുസരിച്ച് പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ്. ഇതിൽ നിന്നൊക്കെ ഉള്ള പ്ലാന്റുകൾ അവിടെ ഇങ്ങനെ പ്രൊഡക്ഷൻ ചെയ്ത് നിങ്ങൾക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുന്ന പ്ലാന്റുകളാണ്. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് ഓരോ പ്ലാന്റുകളായിട്ട് കാണാം കേട്ടോ. ഇതൊക്കെ ഏത് വെറൈറ്റി ആണ് ചേച്ചി? അത് റെഡാങ് എന്ന് പറഞ്ഞുള്ളൊരു വെറൈറ്റി ആണ് കേട്ടോ. ഇപ്പൊ ഈ ചട്ടി ഒന്നും അങ്ങനെ എടുത്ത് കൊടുക്കില്ലല്ലോ നമ്മള്? അത് 300-400 ചട്ടി കൊടുത്തു പോയി. ഇനി ഇല്ല അധികം കൊടുക്കാൻ. ഇത് ഏത് വെറൈറ്റി ആണ് ചേച്ചി? അത് ജുവലറാക്ക് എന്ന് പറയും. ജുവലറാക്ക് എന്ന് പറഞ്ഞുള്ള വെറൈറ്റി ആണ്. പിന്നെ ഇതോ? ഈ ഓറഞ്ച് ഒക്കെ വാൻഡകൾ തന്നെ. അതിന് ബ്രൈറ്റ് സണ്ണക്ക് പേര് ഇപ്പൊ പെട്ടെന്ന് വരും. കുഴപ്പമില്ല. പിന്നെ ഇത് അറിയാം ചേച്ചി? അതിനൊക്കെ ടാഗ് ഉണ്ടല്ലേ? ഓക്കെ. പക്ഷെ ടാഗ് ഒക്കെ പകുതിയൊക്കെ പോയി, ഒക്കെ ഫെയ്ഡ് ആയി പോയി. പേരൊന്നും ഇപ്പൊ എനിക്ക് ഓർമ്മ വരുന്നില്ല. പിന്നെ ഈ പിങ്ക്, പിന്നെ ഈ ഓറഞ്ച്, പിന്നെ ഇതൊക്കെ അറിയാം ചേച്ചിക്ക്? അത് ബർഗണ്ടി. ഓക്കെ. പിന്നെ പേര് മറന്നു. പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഡാൻസ് ചേച്ചിയുടെ ആ ഒരു പ്രായത്തിന്റെ ഇതുകൊണ്ടാണ് ആ പേരുകളൊക്കെ മറന്നു പോയി. അത് കോട്ടൺ പിങ്ക് എന്ന് പറഞ്ഞ അല്ല, കോട്ടൺ പിങ്ക് അല്ല, അത് അങ്ങനത്തെ ജുവലറാക്കുന്ന. അതൊരു കോസ്റ്റ്ലി ആണ്. ആ പിങ്ക് ഈ പിങ്ക് കേട്ടാ. ആ പിങ്ക് അല്ല, ഈ പിങ്ക് ഇത്തിരി കോസ്റ്റ്ലി എന്ന് പറയണേ. ഇതും വേറൊരു വെറൈറ്റി ആണ്. അത് സാധാരണ വേണ്ട. ഇതറിയാം ചേച്ചി? അത് റെഡ് ആൻഡ് പിങ്ക് തന്നെയാന്ന് തോന്നുന്നു. റെഡ് ആൻഡ് പിങ്ക് അല്ലേ? കണ്ണു പിടിക്കുന്നില്ല മോനെ. ഓക്കെ. അപ്പൊ ഇത്രയധികം കളക്ഷൻസ് അവിടെ വലിയ കൊലകൾ നിൽക്കുന്നുണ്ട് അവിടെ അല്ലേ? ഓക്കെ. അങ്ങോട്ട് വരാം. ഇതൊക്കെ ഓരോരോ വെറൈറ്റീസ് ആണ്. കൊല കുത്തിയാണ് കേട്ടോ എന്റെ പൂവുണ്ടാവണേ. ആ വലിയ കൊലകളില്ലേ? ഓക്കെ. പിന്നെ ഇത് ഈ വയലറ്റ് ഏതാ ചേച്ചി? അത് വേണ്ട തന്നെയാണ്. പേരുകൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ വരുമ്പോ ഈ മദർ പ്ലാന്റ് കണ്ടിട്ട് ഇതിന്റെ പ്ലാന്റുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇവിടുന്ന് സാധനം നിങ്ങൾക്ക് തരും. പറയുന്ന സാധനം നിങ്ങൾക്ക് തരും കേട്ടോ, ഉണ്ടെന്നുണ്ടെങ്കിൽ. ഇതൊക്കെ ഓരോരോ വെറൈറ്റീസ് ആണ് ഈ കാണുന്നത്. കംപ്ലീറ്റ് പിങ്ക് കളർ, അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചെറിയ ഡോട്ട്സ് ആയിട്ടുള്ള വെറൈറ്റീസ് ആണ് എല്ലാം വാൻഡയിൽ കൂടുതൽ വരുന്നത് കേട്ടോ.
പിന്നെ ഇതൊക്കെ നോക്കിയാൽ കൊല കുത്തിയിട്ടാണ് പൂക്കൾ ഉണ്ടാവുന്നത്. ഇതൊക്കെ നമുക്ക് മരത്തുമൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റില്ല ചേച്ചി? പിന്നെന്താ, ഒക്കെ സെറ്റ് ചെയ്യട്ടെ, എവിടെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. ഇതിന് ഓവർ മറ്റേ വെള്ളം വേണ്ടെന്നുണ്ടല്ലേ? ഇതിന് ഇങ്ങോട്ട് പോയോ, ഇതിന് നല്ലോണം വെള്ളം വേനൽക്കാലത്ത് നല്ലോണം നനയ്ക്കണല്ലേ? അല്ലെങ്കിൽ അതിന്റെ ലീഫൊക്കെ ഈ പ്രായമായിട്ട് തൊലി ചുളിച്ചല് വരില്ലേ, അതുപോലെ ഇതിന് ഈ ഇലകളിലൊക്കെ ചുളിയും, വെള്ളത്തിന്റെ കുറവുണ്ട്. ഇലയും കടയും പൂവൊഴിച്ച് എല്ലാം അതിനെ കുളിപ്പിക്കും. അത് വൈകിട്ടാ നനയ്ക്കണെന്നുണ്ടെങ്കിൽ ഒരുവിധം വെയില വല്ലാണ്ട് ആറുന്നതിന് മുന്നേ നനയ്ക്കാം. അപ്പൊ വൈകുന്നേരം ആവുമ്പോഴേക്കും അതിലെ കൂമ്പിലെ വെള്ളം പറ്റും. അപ്പൊ വേണ്ടയ്ക്ക് ചീച്ചല് വരില്ല. കാണിച്ചു കൊടുത്തോ. ആനി ചേച്ചിയുടെ ഈ വീടിന്റെ ബാക്കില് പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ് ഈ കാണുന്ന. പ്രൊഡക്ഷനിൽ വരുന്ന സംഭവങ്ങളാണ് ഈ കാണുന്നത്. നമ്മൾ അത്ര അധികം അടുത്ത് പോയി കാണിക്കുന്നില്ല. ഒരുപാട് പ്ലാന്റ്, ഇവിടെ തന്നെ ഒരു 1000-ഓളം പ്ലാന്റ് ഉണ്ടാവില്ലേ? 1000 2000 3000 പ്ലാന്റോളം മാത്രം ഇവിടെ പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ നോക്കി നോക്കിയാൽ വലിയ കളക്ഷനിലാണ് ചട്ടി കണ്ട. ഇതാണ് നമ്മൾ പറഞ്ഞത് നേരത്തെ, നിങ്ങൾ ഇവിടെ വരുമ്പോൾ വില കൂടുന്നതിൻ്റെ കാര്യം ഈ മണ്ണിൻ്റെ പോട്ടിലാണ് നമുക്ക് സെറ്റ് ചെയ്ത് തരണത് കേട്ടാ. നിങ്ങൾ വീട്ടിൽ പോയി അത് നല്ലൊരു വെയിലത്ത് നോക്കി വെക്കണല്ലേ ചേച്ചി? അത്യാവശ്യം വെയിൽ കിട്ടുന്ന ഒരു ഇതിൽ വേണം. എന്നാൽ ഓവർ വെയിലല്ല, ചെറിയൊരു ഷെയ്ഡ് അങ്ങനെയൊക്കെ ആയിട്ടുള്ള രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓർക്കിഡ് നല്ല രീതിയിൽ വളർത്തിയെടുക്കാം. നിങ്ങൾ നോക്കി നോക്കിയാൽ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ കിടക്കുമ്പോൾ വേണ്ടയുടെ വലിയൊരു കളക്ഷൻ തന്നെയാണ്. മെയിനായിട്ട് ഈ പൂക്കൾക്ക് ഭംഗി തരുന്നത് ഇതിന്റെ സെറ്റിംഗ് ആണല്ലോ ചേച്ചി? വേണ്ട സാധാരണ ആദ്യം ഹാങ് ചെയ്ത് ഇടാറ് ആണല്ലേ. ഞാനൊരു 18 വർഷം മുന്നേ ഇത് ഇങ്ങനെ ചെയ്തു നോക്കി. അപ്പൊ അത് സക്സസ് ആയി. അപ്പൊ നമുക്ക് കാണാനുള്ള ഡിസ്പ്ലേ വെക്കാൻ സൗകര്യം ഭംഗിയും ചട്ടികളിൽ പോട്ട് ചെയ്യണം. ഈ ഒരു സെക്ഷൻ ഭയങ്കര ഒരു ഭംഗിയുണ്ട് ചേച്ചി. ഈ വെള്ള പോട്ടിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു സെക്ഷൻ ഉണ്ടല്ലോ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അത് 4 കട 5 കടയൊക്കെ വെക്കും, ഒരുമിച്ച് വെക്കും. അപ്പൊ കൊലകൾ കുത്തി പൂവുണ്ടാകും. നമ്മള് കാണാൻ ഭംഗിക്കാണല്ലോ തോട്ടം അറേഞ്ച് ചെയ്യണേ. ശരി, പണ്ട് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഈ നെറ്റ് പോലത്തെ പോട്ടില് ഓർക്കിഡ് വെക്കണം. ഇതിപ്പോ വലിയ പോട്ടിലായ ഹോള് കൊടുത്താൽ മതിയില്ല, ഹോള് കൊടുത്താൽ മതി. അതിനൊരു എയർ പാസിംഗ് കിട്ടും. ഒരു എയർ പാസിംഗ് ഉണ്ടായി കഴിഞ്ഞാൽ വലിയ ചട്ടി, ഇതിനും വലിയ ചട്ടിയിൽ വേണമെങ്കിൽ വെക്കാം. ഒരു 4-5-10 കടയൊക്കെ വേണമെങ്കിൽ അങ്ങനെ വെക്കാം. ഒരു 25 ബോട്ടിലൊക്കെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യാട്ടാ. ഈ ഒരു സെക്ഷൻ വൈറ്റ് പോട്ട് എപ്പോഴും ഒരു ഭംഗി തന്നെയാണ്, അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഇത് മഴ കൊള്ളാണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി മഴ കൊള്ളുമ്പോ ചെടി നന്നാവുന്നുണ്ട്. പക്ഷെ പൂവുണ്ടെങ്കിൽ പൂവ് ചീത്ത. ഓരോ സമയത്ത് ഓരോ എക്സ്പീരിയൻസ് ആണല്ലോ നമുക്ക്. അല്ല, മഴ കൊള്ളുമ്പോ വേണ്ട ആയാലും ഇതായാലൊക്കെ ചെടികള് മഴവെള്ളത്തിൽ നിന്ന് അവർക്ക് ഒരുപാട് നൈട്രജൻ ഒക്കെ കിട്ടും. അപ്പൊ ചെടി നന്നാവും. പക്ഷെ പൂക്കളുള്ളത് മഴ കൊള്ളുമ്പോ പൂവിന്റെ ലൈഫ് അല്ല, ഒരു 1.5 മാസം 2 മാസം നിക്കണത് ഒരു 10-20 ദിവസം നിക്കുമ്പോഴേക്കും ഫുൾ ടൈം. ഇപ്പോഴത്തെ മഴ അങ്ങനെയല്ലേ, ഒരു മഴയാണെങ്കിൽ കുഴപ്പമില്ല. ചില ചെടികൾക്ക് ഒരു മഴയും ഒരു വെയിലും വന്നു കഴിഞ്ഞാൽ ഇലകൾക്ക് കരിച്ചിൽ അങ്ങനെ സംഭവങ്ങൾ ഉണ്ടാവും. അതുണ്ടാവും. വെയിൽ കഴിഞ്ഞിട്ടുള്ള മഴയ്ക്കും മഴ കഴിഞ്ഞിട്ടുള്ള വെയിലിനും ഇല മഞ്ഞച്ച്. ഇപ്പൊ നമ്മുടെ വീട്ടിലെ ബൊഗൻവില്ലയ്ക്ക് അങ്ങനെ ഒരു സംഭവം, അതായത് ഇലയുടെ സൈഡ് കരിയില്, സെന്റർ കരിയില്, അങ്ങനെ ഒരു. അതിന് 15 ദിവസം കൂടുമ്പോ, വേനൽക്കാലത്ത് 15 ദിവസത്തിൽ ഒരിക്കൽ ഫംഗിസൈഡ് കൊടുക്കുക. സാഫല്ല, ഒരുപാട് മരുന്നുകൾ ഇപ്പൊ ഉണ്ട്. വർഷക്കാലത്ത് 10 ദിവസം കൂടുമ്പോ ഫംഗിസൈഡ് അടിക്കുക. അത് നിർബന്ധമാണ്. രോഗം വന്നിട്ടല്ല മരുന്നുകൾ ഫംഗിസൈഡ് നമ്മളൊരു മുൻകരുതൽ എടുക്കുക ചെയ്യാം. ഇവിടെ നിന്ന് ഭയങ്കര വിഷ്വലാണ്, നിങ്ങൾ നോക്കി നോക്കിയാൽ. പിന്നെ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷ്യം. ഇതില് ചാണകം അങ്ങനത്തെ ഒന്നും വേണ്ട അല്ലേ? ചാണകപ്പൊടി, എല്ലുപൊടി, അങ്ങനത്തെ NPK കൊടുത്താൽ മതി. NPK സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അല്ലേ? സ്പ്രേ ചെയ്ത് ഇലയുടെ തണ്ടിന്റെ അടിയിലൊക്കെ അല്ലേ? റൂട്ട്, തണ്ട്, ലീഫ് എല്ലായിടത്തും സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾ നോക്കി നോക്കിയാൽ ഗംഭീര കളക്ഷനാണ് കേട്ടാ. ഇതിന്റെ ഈ വീടിന്റെ മനോഹാരിത കടന്നു വരുമ്പോ തന്നെ കാണുന്നത് ബാഹുനിയയിലാണ്. അതൊരു രക്ഷയില്ലാത്തൊരു കളക്ഷൻ, ഒരു സംഭവം തന്നെയാണ് കേട്ടോ. ഞാൻ അധികം ഒന്നും കണ്ടിട്ടില്ല ഈ വെറൈറ്റി. ഇത്രയും ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ഈ കാണുന്ന ഒരു വിഷ്വൽ എന്ന് പറയുന്നത്. ഇത് എത്ര നാളെ ഞാൻ സെറ്റ് ചെയ്തിട്ട്? ഇതേപോലെ ഒരു ആർച്ച് സിസ്റ്റത്തിൽ വെച്ചാലാണ് കൂടുതൽ ബ്യൂട്ടിഫുൾ ആവല്ലേ? അതിലും ഭംഗി. അങ്ങനെ ഞാൻ അത് ബാഹുനിക്ക് വേണ്ടി സെറ്റ് ചെയ്തെന്താ? ഇവിടെ ഇങ്ങനെ ഒരു പുതിയൊരു ഗ്രില്ല് പോലെ അനുസരിച്ച് അടിച്ചിട്ടുണ്ട്, വലിയ സ്റ്റാൻഡ് പോലെ. അതും ഇങ്ങനെ ഫുൾ ഹാങ് ചെയ്യാനാണോ? ഇങ്ങനെ കിടക്കും, ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് പുറമേക്ക് കാണാനുള്ള രീതിയിലാണല്ലേ? ഓ, ഞാൻ വിചാരിച്ചു ഓർക്കിഡിന്റെ എന്തോ പരിപാടിക്ക് വേണ്ടി ചെയ്തെന്നാ. അതപ്പോ ഇതിലെ പോണ ആളുകൾക്ക് ഒരു കാഴ്ചയായിരിക്കും. അതന്നെ ഭയങ്കര സംഭവം. ഞാൻ മാത്രം കണ്ടാ പോരല്ലോ, എല്ലാവരും. അതെ.
ഇത് ശരിക്കും പറഞ്ഞാൽ ഈ കാഴ്ച കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഔട്ടത്തൂർക്ക് തന്നെ വരേണ്ടി വരും. വേറെ എവിടെ പോയാലും ഇത് കാണാൻ ചാൻസ് ഇല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ തൃശ്ശൂർ ജില്ലയിലൊക്കെ ഇങ്ങനെ പൂക്കളുണ്ടാവുമെന്ന് പറയുന്നത് അത്ഭുതമാണ്. കാരണം ഇങ്ങനത്തെ വെറൈറ്റീസ് ഒക്കെ കൂടുതൽ എനിക്ക് തോന്നുന്നു വയനാട് അങ്ങനത്തെ സ്ഥലങ്ങളുണ്ടല്ലോ, തണുപ്പ് കൂടുതലുള്ള സ്ഥലങ്ങൾ, അവിടേക്കാണ് ശരിക്കും ഇങ്ങനത്തെ വെറൈറ്റീസ് കണ്ടിരിക്കുന്നത്. ജെയ്ഡ് വൈൻ അങ്ങനത്തെ വെറൈറ്റീസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോ വേറെ എന്തെങ്കിലും പറയണ്ട ചേച്ചിക്ക്? വേറെ എന്താ, പൂക്കള് തരുന്ന സന്തോഷം വേറെ ഒന്നിന്ന് നമുക്ക് തരാൻ പറ്റില്ല. അത്രയും സന്തോഷം. എന്ത് ടെൻഷനോ പ്രഷറോ വിഷമങ്ങളോ ഉണ്ടായില്ല, ആ പൂക്കൾ അങ്ങോട്ട് കാണുമ്പോൾ അതൊക്കെ മാറി കിട്ടും. പിന്നെ ഓർക്കിഡിനെ സംബന്ധിച്ച് 365 ദിവസം അതിന് സീസൺ ഇല്ല, മിക്കപ്പോഴും അത് ഫ്ലവർ ചെയ്യും. പിന്നെ അങ്ങനെ ഒരു പ്ലാന്റ് ഒരു നല്ലോണം നല്ല ഗ്രോത്തിലും അതിന്റെ ഇതിലും നന്നായി വരണമെങ്കിൽ നൈട്രജൻ, പൊട്ടാഷ്, ഫോസ്ഫറസ് ഇത് കൊടുക്കണം. അതിന്റെ ഇടയിൽ അതിന് കിട്ടേണ്ട മൂലകങ്ങളാണ് മാഗ്നീഷ്യം. അപ്പൊ അത് കൊടുക്കണം. കാൽസ്യം നൈട്രേറ്റ്, ഒരു മഞ്ഞപ്പ് ഇതൊക്കെ ഉണ്ട് അതിന്. അതൊക്കെ വരാണ്ടിരിക്കാനും അതിന് ഓരോരോ കാരണങ്ങളുണ്ട്. രീതിയിൽ എത്ര അളവിൽ മാഗ്നീഷ്യം ഒരു ലിറ്റർ വെള്ളത്തിന്റെ അളവ് അതൊരു 3-4 ml ഗ്രാം മാഗ്നീഷ്യം കൊടുക്കാം, കുഴപ്പമില്ല. പിന്നെ 10 ദിവസം കൂടുമ്പോൾ കാൽസ്യം നൈട്രേറ്റ് കൊടുക്കണം. ഉണ്ട്. പിന്നെ ഇത് ചിലപ്പോ കൂമ്പ് മുട്ടൊന്നും ഭംഗിയിൽ വിരിയില്ല, അടഞ്ഞു പോവും. കൂമ്പൊക്കെ ഈ വാഴയുടെ കൂമ്പടയും വേണം. അപ്പൊ അതിന് ബോറോൺ കൊടുക്കണം. അപ്പൊ എല്ലാവിധ ന്യൂട്രീഷ്യൻസും ഇതിന് കൊടുക്കണം. എന്നാലാണ് ഒരു ചെടി അതിൻ്റെതായ സ്റ്റൈലില് വിരിഞ്ഞു സ്വഭാവം കാണിക്കുള്ളൂ. അല്ലെങ്കിൽ പൂവുണ്ടാവും, ആ പൂവിന് വലിപ്പം ഉണ്ടാവില്ല, കളർ ഉണ്ടാവില്ല. ഇതൊക്കെ ഓരോ ഷൂട്ടുകളും നല്ല കരുത്തിൽ വരണമെങ്കിൽ ഇതെല്ലാം അവർക്ക് കിട്ടണം. പ്രത്യേകിച്ച് ഫോസ്ഫറസ്, പൊട്ടാഷ്, നൈട്രജൻ. പിന്നെ സൈഡ് എല്ലാം കൂടി മിക്സ്ഡ് ആയിട്ടുള്ള വളം ഉണ്ടോ? എല്ലാം കൂടി മിക്സ് ആയിട്ട് അങ്ങനെ വരുന്നില്ല. പിന്നെ ചില സൂക്ഷ്മ മൂലകങ്ങളുണ്ട്, ഞാൻ അത്ര ഗ്രാഹ്യമായിട്ട് പഠിച്ചിട്ടില്ല, എങ്കിലും മൈക്രോ ന്യൂട്രിയന്റ് കൊടുക്കില്ല. ഇതൊക്കെ ചേച്ചി ഏത് ബ്രാൻഡ്? അത് ബ്രാൻഡൊന്നും നമുക്ക് പറയേണ്ട കാര്യമില്ല. അത് നിങ്ങള് ഫ്ലിപ്കാർട്ടിൽ നിന്നോ ആമസോണിൽ നിന്നോ എവിടെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ മേടിച്ച് നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ചേച്ചിയുടെ ഈ ഇടയ്ക്ക് ഹുമിക് ആസിഡ് എന്ന് പറയും, അത് വേര് വളർച്ചയ്ക്ക് നല്ലതാ. ഹുമിക് അപ്പൊ അതും ഇടയ്ക്ക് ചെടികളുടെ വേര് നല്ലോണം ശക്തിയിൽ വന്നാലാണ് ആ ചെടി നന്നാവുക, റൂട്ട് കേറി വരാൻ. അപ്പൊ അതിന് ഹുമിക് ആസിഡ് കൊടുക്കുക. അതൊക്കെ 10 ദിവസം കൂടുമ്പോ കൊടുത്താൽ മതി. അത് ഫ്ലവർ ഇല്ലാത്തത് ജസ്റ്റ് നമ്മളെ കളക്ഷൻ ഒന്ന് കാണിച്ചു തന്നു മാത്രമേ. പിന്നെ ഇത് എന്നിട്ട് സംഭവം അതില് ഫെലനോസിസും ഉണ്ട്, ഡെൻഡ്രോബിയം ഉണ്ട്. ഫെലനോപ്സിസ് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റീസ് ആണ്. ഇത് കുറവാന്നുണ്ടല്ലേ? അത് കുറവാ. ഫെലനോപ്സിസ് ആണ് ഈ ഹാങ് ചെയ്തിട്ട് മൊത്തട്ട. പിന്നെ ഇവിടെ ഡെൻഡ്രോബിയം, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഇനിയും സംഭവങ്ങളുണ്ട്. ചിലത് പൂവായിട്ടില്ല, അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ സെയില് പൂവില്ലേ നല്ലതൊക്കെ, ഒരുവിധം നല്ല ചെടികളൊക്കെ ആളുകള് വാങ്ങി 10,000-ന് മേലെ പ്ലാന്റ് മാത്രം ഇവിടെ കൊടുക്കാനുണ്ട് കേട്ടാ. വീഡിയോയിൽ നമ്പർ കണ്ട് വേഗം വിളിച്ചോ. നിങ്ങൾ വേറൊരു ജില്ലയെന്നാ വരണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യണ രീതി എന്ന് പറയുന്നത്, നമുക്ക് നഴ്സറിന്ന് കിട്ടണത് ചകിരിയിലാണ്. ആ ഒരു ചെടി കൊണ്ടുവന്നിട്ട് ആ ചകിരി ഫുള്ള് റിമൂവ് ചെയ്യും. എന്നിട്ട് ഇതേപോലെ റിമൂവ് ചെയ്ത് അതിനെ ഒന്ന് വൃത്തിയാക്കി ആ പഴയ അതിന്റെ വേരൊക്കെ വെട്ടിക്കളഞ്ഞ് ഇത് ചാർക്കോളിൽ സെറ്റ് ചെയ്യും. ആ ചെടി ഒരു ചെടിയായിട്ട് സ്റ്റേബിളായി വരണമെങ്കിൽ 1 വർഷമെങ്കിലും മിനിമം എടുക്കും. ഈ ചകിരിന്ന് കളഞ്ഞിട്ട് ചെടി വെക്കുമ്പോ, ചകിരി അടക്കം വെക്കുമ്പോ അത് പെട്ടെന്ന് ഗ്രോത്ത് വരും. പക്ഷെ നമ്മൾ മഴയത്തൊക്കെ കൊണ്ടുവയ്ക്കുമ്പോ ചകിരിയിൽ വെള്ളം നിന്ന് വേര് ചീച്ചിലിന് ഇട വരും. അതുകൊണ്ടാണ് ഞാൻ ഈ ചകിരിയൊക്കെ പിടിച്ചു നിൽക്കും. പിന്നെ വാട്ടറിങ് ഒന്നും കറക്റ്റ് അല്ലെങ്കിൽ അത് ചെയ്യാൻ ഇടയുണ്ട്. അതിൽ നിന്നാലും ചെടി നല്ലോണം നന്നാവും. പക്ഷെ ചിലപ്പോ ചകിരിയിൽ ഒച്ചൊക്കെ വന്നിരിക്കും, ചകിരിയിൽ പിന്നീട് ഫംഗസ് വരും, വെള്ളം കെട്ടി നിന്ന് ചീച്ചൽ വരും. അപ്പൊ അത് കളഞ്ഞ് ചാർക്കോളിൽ മാത്രമാണ് ഞാൻ പിടിപ്പിക്കുന്നത്. ഈ ചാർക്കോളിൽ പിടിപ്പിക്കുമ്പോ ചകിരിയിൽ വളരുന്നതിലും 1 വർഷം കൂടുതൽ എടുക്കൂട്ടാ ചാർക്കോളിൽ വരാൻ. അപ്പൊ അതൊക്കെയാണ് ഈ വില കൂടുന്ന ഘടകങ്ങള്, മെയിൻ റീസൺ. ചേച്ചിക്ക് അങ്ങനെ ഒരു പേര് ദോഷം ഉണ്ടെന്നുണ്ടല്ലോ, വില കൂടുതൽ. അങ്ങനെ കഴിഞ്ഞ വീഡിയോയിൽ ചേച്ചി തന്നെ അത് പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ ചെയ്യണ മെത്തേഡ് ഇങ്ങനെയാണ്, അതുകൊണ്ട് തന്നെയാണ് വിലയിൽ വ്യത്യാസം വരുന്നത് കേട്ടോ, വേറെ ഒന്നുമല്ല. കണ്ട ഇത് 8 ഇഞ്ച് പോട്ടാന്നുണ്ടല്ലേ? 8 ഇഞ്ച് ഉണ്ട്, 10 ഇഞ്ച് ഉണ്ട്. 8ഉം 10ഉം ഇഞ്ചിലാണ് നമ്മൾ ഇവിടെ പ്ലാന്റുകൾ ചെയ്യുന്നിട്ടാ. അപ്പൊ ഈ പോട്ടിനെ ആയിരിക്കും നിങ്ങൾക്ക് തരാം. ഞാൻ വീഡിയോയിൽ കാണിച്ചു തന്നിരുന്നു. ബാക്കിൽ മൊത്തം ഈ സെയിം പോട്ട്, സെയിം മെത്തേഡ്, സെയിം വലിപ്പം, അങ്ങനെയാണ് പ്ലാന്റുകൾ. അവിടെ പൂക്കൾ കുറവാണ്.
അവിടുന്ന് പൂവാവുന്നത് ഇവിടെ കൊണ്ടുവയ്ക്കും. അങ്ങനെയാണ്, അവിടുന്ന് പൂവാവുന്നത് പ്രൊഡക്ഷനിൽ നിന്ന് പൂവാവുന്നത് ഇവിടെ കൊണ്ടുവന്ന് വെക്കും. എന്നിട്ട് ഇവിടുന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം. വേണ്ട, പൂവില്ലാത്ത പ്ലാന്റ് ആണെങ്കിൽ കുറച്ച് റേറ്റിൽ വ്യത്യാസം വരും അല്ലേ? ചിലത് റേറ്റിന് വ്യത്യാസം വരും. ചിലതാണ് ഈ മൊക്കാറോ എന്ന് പറഞ്ഞ വെറൈറ്റി ഇല്ല ഇവിടെ? അവിടെ കാണുന്നു. മൊക്കാറോ, അത് വാൻഡി മൊക്കാറോ ഉണ്ടല്ലേ അതില്? മൊക്കാറ റെഡ് ഒക്കെ മൊക്കാറയാ, വലിയ പ്ലാന്റ്. അത് 8-9 വർഷം. അത് നമുക്ക് എങ്ങനെ ഇത് ഈ വാൻഡി മൊക്കാറോടെ ലീഫ് എടുക്കുമ്പോ അറിയാം നമുക്ക്. അത് മൊക്കാറയാ. ഇത് മൊക്കാറയാണല്ലോ. പിന്നെ യെല്ലോ ഒമയ്യല്ലോ, അത് മൊക്കാറയാ ഇതല്ലേ? പിന്നെ അവിടെ മൊക്കാറൊക്കെ കഴിഞ്ഞൊരു ഇതൊക്കെ കഴിഞ്ഞുട്ടാ. ആ റെഡിന്റെ കട്ടിങ്സ് ഉണ്ട്. അപ്പൊ അതിങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ടാഗ് ഇട്ടിട്ടായിരിക്കും നമ്മൾ കൊടുക്കല്ലേ? ടാഗ് ഇട്ടിട്ടായിരിക്കും. ഡൗട്ട് ആണെങ്കിൽ ഞാൻ പറയും, എനിക്കത് ഉറപ്പില്ല എന്ന് പറയും. ടാഗ് ഉണ്ടായിരിക്കും മിക്കതും. ഇതിപ്പോ അനുസരിച്ച് നമ്മളെ ഐഡിയ അറിയാത്ത ചില പ്ലാന്റുകൾ ഉണ്ടല്ലോ, അതിങ്ങനെ അനുസരിച്ച് ഹോൾസെയിൽ പോലെ കൊടുക്കും. ഒരു 10 എണ്ണം ഇങ്ങനെ. അറിയില്ല എന്ന് പറയും. അറിയില്ല എന്ന് പറയും. ആവശ്യം ഉണ്ടെങ്കിൽ എടുത്താൽ മതി, അങ്ങനെ ഒരു അത് പിന്നെ ഫ്ലവർ ആവും. രണ്ടും കൽപ്പിച്ചെടുക്കുക. ചിലത് എനിക്കറിയാം ഇത് ഇന്നതാണ്. അതിന്റെ റൂട്ടിന്റെ കളറ്, റെഡ് കളറിന്റെ റൂട്ടിന് ഒരു തുമ്പത്ത് റെഡിഷ് കളർ ഉണ്ടാവും. വൈറ്റിന്റെ നല്ല പച്ചയായിരിക്കും. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഇതൊക്കെ ഇത് എന്തിട്ട് മാനേജ് ചെയ്ത് സെറ്റ് ചെയ്യുന്നത്? വുഡിന്റെ വുഡിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കുറച്ച് നാളുമ്പോ വുഡ് നശിക്കാൻ ചാൻസ് ഉണ്ടല്ലേ? അല്ല, അപ്പോഴേക്കൊക്കെ അത് റീപോർട്ട് ചെയ്യും. അത് കുറെ വർഷം ഇരിക്കും. അങ്ങനെ ഇരിക്കും അല്ലേ? ഇതൊക്കെ അത്യാവശ്യം ഇയേഴ്സ് പഴക്കമുള്ള ചെടികളാണ്. അത്യാവശ്യം വർഷം പഴക്കമുള്ള ചെടികളാണ് ഈ കാണുന്നത് മൊത്തം. ആ വുഡിൽ സെറ്റ് ചെയ്ത ചെടി എൻ്റെ ഒരു ഫ്രണ്ട് തന്നതാണല്ലേ? ഓക്കെ. അത് അങ്ങനെ തന്നെ സെറ്റ് ചെയ്ത് തന്നു? ഇല്ല, ആളൊരു മൺചട്ടിയിൽ തന്നു. ഞാൻ പിന്നെ എന്റേതായ രീതിയിൽ അത് മാറ്റി സെറ്റാക്കി. ഓക്കെ, ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത്. നമുക്ക് ഭയങ്കര എനിക്ക് ചെടികൾ ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ ഇതിനെ ഒരുപാട് വർണ്ണിക്കാനായിട്ട് പറ്റും. കാരണം ചെടികൾ ഇഷ്ടപ്പെടുന്നവരാണ് അതിനെ കൂടുതൽ വർണ്ണിക്കുള്ളൂ. കാരണം നമ്മുടെ വീട്ടിലും ചെടികൾ ഒരുപാട് ഉണ്ട്. ഇപ്പൊ എന്റെ കളക്ഷനിൽ ബൊഗൻവില്ലാണ് എനിക്ക് ഇതായിട്ട് നിൽക്കണ അനുസരിച്ച്. കാരണം ഞാൻ അനുസരിച്ച് വീഡിയോ കാണിച്ചു തന്നിരുന്നു. ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റുകൾ, ഗ്രാഫ്റ്റിംഗ് നമ്മൾ യൂട്യൂബിൽ നോക്കി പഠിച്ചതാണ്. അപ്പോൾ ഒരുവിധം കാര്യങ്ങളെല്ലാം നമുക്ക് യൂട്യൂബിൽ നോക്കി അതിന് അറിവുകൾ കിട്ടും. പിന്നെ ഇതേപോലെ അനുസരിച്ചിനെ പോലുള്ളവരുടെ അടുത്തുനിന്ന് അറിവുകൾ കിട്ടും. ഇപ്പോഴും എനിക്ക് മുഴുവൻ അറിവില്ല. ഇപ്പോഴും പഠിച്ചോണ്ടിരിക്കും. നമ്മൾ അറിയില്ല എന്ന് തന്നെ പോലെ പറയുന്നുണ്ട്. അതാണ് നമ്മുടെ വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അതന്നെ. പിന്നെ അനുസരിച്ചിടയിൽ നമ്മുടെ ബൊഗൻവില്ലയുടെ കളക്ഷൻ ഉണ്ട്. കഴിഞ്ഞ പോലെ നമുക്ക് ബൊഗൻവില്ലയുടെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇപ്പൊ ഈ ബൊഗൻവില്ല അത് പ്രൂൺ ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ കാല് പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അത് കാരണം എനിക്ക് അതൊന്നും കെയർ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഇവിടെ ഒരുവിധപ്പെട്ട കോസ്റ്റ്ലി ഉള്ള പ്ലാന്റുകൾ മൊത്തം ഉണ്ടല്ലോ. ഒരുവിധം ഹൈബ്രിഡുകൾ എല്ലാം തന്നെ അനുസരിച്ച് കളക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ പുതിയ വെറൈറ്റീസ് അനുസരിച്ചിട്ട് ഇല്ല കേട്ടാ. ഇപ്പൊ ഈ വർഷം ഇറങ്ങിയേക്കണ അല്ലെങ്കിൽ കഴിഞ്ഞ മഴക്കാലത്ത് ഇറങ്ങിയേക്കണ കുറച്ച് വെറൈറ്റികൾ ഇല്ലെന്ന് തോന്നുന്നു. എനിക്കറിയില്ല. അങ്ങനെ മിലോബാട്ടിക് അങ്ങനെ കുറച്ച് വെറൈറ്റികൾ, അങ്ങനത്തെ കുറച്ച് വെറൈറ്റികളാണ് ഇപ്പോഴത്തെ. പിങ്ക് പാന്തർ അങ്ങനെ ഇതിലുണ്ടാ? പിങ്ക് പാന്തർ ഉണ്ടെന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ കുറെ വെറൈറ്റി ഓർമ്മയുണ്ട് വാങ്ങിയത്. അത് പക്ഷെ ഇതിന്റെ ഐഡിയസ് അനുസരിച്ച് പൂവിട്ടാൻ മാത്രമാണ് അറിയുള്ളൂ. അപ്പൊ നമ്മൾക്ക് ഈ പൂവിട്ടതിന് ശേഷം നമുക്ക് എന്തായാലും ഒരു പൂ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു വീഡിയോ നമുക്ക് എന്തായാലും അനുസരിച്ച് തരും. ഇതേപോലെ നമുക്ക് വന്ന് വീഡിയോ എടുക്കാം. കഴിഞ്ഞ പ്രാവശ്യം മിസ്സായത് ഈ പ്രാവശ്യം നമ്മളത് നികത്തുന്നതാണ്. അത്രയധികം കളക്ഷനാണ്. പല ചാനൽസും വന്ന് എടുത്തായിരുന്നു. ഇപ്പൊ ഇവിടെ സാമ്പിളിന് വേണമെങ്കിൽ കാണിച്ചു കൊടുക്കാനായിട്ട് നമ്മുടെ ഫ്ലെയിം റെഡ് ഒക്കെ ഉണ്ടല്ലോ ചേച്ചി. ഫ്ലെയിം റെഡ്, അതുപോലെ തന്നെ ബട്ടർ കപ്പ് വെറൈറ്റീസ് ഒക്കെ നിൽക്കുന്നുണ്ട്. ഈ ബട്ടർ കപ്പ് ഒക്കെ വേണമെങ്കിൽ അനുസരിച്ച് അങ്ങനെ തന്നെ കൊടുക്കൂല്ലേ? പോട്ടടക്കം വലിയ പോട്ടടക്കം ഫാമിലി പ്ലാസ്റ്റിക്കിന്റെ വലിയ പോട്ടടക്കം മണല് സെറ്റ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത് കേട്ടാ. ഇതേ നിങ്ങൾ നോക്കി നോക്കിയാ, അത് മഴയത്ത് വെച്ചാലും ഒന്നും പറ്റില്ല. ബട്ടർ കപ്പിന്റെ വലിയ പ്ലാന്റ് കണ്ട. ഇതൊക്കെ കൊടുക്കാനുള്ളതാണ്. റേറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ആനചേച്ചിനെ വിളിച്ച് തന്നെ ചോദിക്കേണ്ടി വരും. ആനചേച്ചി റേറ്റ് പറയില്ല വീഡിയോയില്. കണ്ട അത്യാവശ്യം വിലയുണ്ട്. നിങ്ങൾക്ക് ഈ പോട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും വില ഏകദേശം എത്ര വരും എന്നുള്ളത്. അല്ല മോനെ, അതിലത്തെ മീഡിയം മണ്ണല്ല, മണലാണല്ലേ? അതിന്റെ മീഡിയം മുഴുവൻ മുക്കാ ഭാഗം മണലും കുറച്ച മണ്ണുള്ളൂ. അതിന്റെ മെച്ചം എന്താന്ന് വെച്ചാല് വേരോട്ടം കൂടും, നീർവാർച്ച ഉണ്ടാവും. എത്ര മഴയത്ത് ഹൈബ്രിഡ് ഇരുന്നാലും അത് ചീഞ്ഞു പോകും. ശരി. വെള്ളം നല്ലോണം ഇറങ്ങി അങ്ങോട്ട് പൊക്കോളൂ. അനുസരിച്ച് ഈ മഴയത്ത് തന്നെയാണ് ഇത് വെച്ചത്. ഒരു കുഴപ്പം പറ്റിയില്ല. ആദ്യത്തെ ഒരു വർഷം ഞാൻ കയറ്റി വെച്ചു. പിന്നെ ഈ കൊല്ലം ആ പെയ്ത മഴ മുഴുവൻ അത് കൊണ്ടിട്ടുണ്ട്.
അപ്പോൾ ഇത് പൂവിട്ട് വരുന്നുള്ളൂ. ഒരുപാട് സ്ഥലങ്ങൾ പൂവായിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും പൂവായി ഇങ്ങനെ വരുന്നുണ്ട്. അതിനെ പ്രൂൺ ചെയ്യേണ്ട സമയത്തും വയ്യാണ്. ലേറ്റ് ആയി പോയി അല്ലേ? ഞാൻ കാല് ലിഗ്മെന്റ്സ് തെറ്റി പ്ലാസ്റ്റർ ഇട്ട് കിടക്കായിരുന്നു. ആണല്ലേ? ഓക്കെ. അപ്പൊ എനിക്കതൊന്നും പിന്നെ ചെയ്യാൻ പറ്റിയില്ല. അത് പ്രശ്നമില്ല, നമുക്ക് പൂവിടും എന്തായാലും. പിന്നെ പ്രായമായി വരുമ്പോ അതിൻ്റെതായ ക്ഷീണങ്ങളും ഇതൊക്കെ ഉണ്ട്. അതെ. ശരീരസുഖം കുറവായി. അതെ. അപ്പൊ നമ്മുടെ വീഡിയോ ഒന്ന് പതുക്കെ വൈൻഡപ്പ് ഞാൻ നിക്കാഞ്ഞത് എനിക്ക് തീരെ അവശത. അത് കുഴപ്പമില്ല. ആൻചേച്ചിന്റെ ഒരു ഇത് എല്ലാവർക്കും അറിയാം. എന്തൊക്കെ നമ്മൾ ആൻചേച്ചിനെ ഇങ്ങനെ കാണിച്ച് ബൂസ്റ്റ് ചെയ്യേണ്ട. ഞാൻ അത്ര ഇതില് പരിപൂർണ അറിവുകളൊന്നും എനിക്കില്ല കേട്ടാ. ഞാൻ ചെയ്യണ രീതി മാത്രമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. അപ്പൊ ആൻചേച്ചി എല്ലാവർക്കും ഒരു ബൈ കൊടുത്തേ. ഓക്കെ. അപ്പൊ ശരി, എന്നാ എല്ലാവർക്കും ഒരു ബൈ കേട്ടോ.